വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ പലരിലും പല സംശയങ്ങളുണ്ട്. ഒരുപാട് വീഡിയോസ് ലഭ്യമാണ് യൂട്യൂബിലെല്ലാം തന്നെ. എല്ലാ വീഡിയോയിലും നല്ല ഇൻഫർമേഷൻ കുറേയുണ്ട്. ഇവിടെ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി, വിളക്ക് നിത്യം കഴുകണോ എന്നുള്ള ചോദ്യമാണ്. നിത്യവും കഴുകിയാൽ നല്ലത് എന്നുള്ളതാണ്. ഈ തിരക്കിനിടയ്ക്ക് സാധിക്കുമോ? സാധിക്കുന്ന പക്ഷം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും രാത്രി വിളക്ക് വൃത്തിയാക്കുക. എന്തുകൊണ്ടെന്നാൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പുതിയ വിളക്ക് നമുക്ക് കത്തിക്കുവാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു തോട്ട് പ്രോസസ്സ്. ഇനി 2 വിളക്കുണ്ട്, 3 വിളക്കുണ്ട്, തിരക്കില്ല, മാറ്റി മാറ്റി ഉപയോഗിക്കാം. ചൊവ്വയും വെള്ളിയുമെങ്കിലും പുതിയ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക. രാവിലെ, വെള്ളിയാഴ്ച രാവിലെ, ചൊവ്വാഴ്ച രാവിലെ. അടുത്തതായി, പലരിലും ഉള്ള സംശയമാണ് എന്തെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ എന്ന് പറയുമ്പോൾ തന്നെ നല്ലെണ്ണ. പേരിൽ തന്നെ നോക്കുക, നല്ല എണ്ണ. പേരിൽ തന്നെയുണ്ട് നല്ലെണ്ണ. എള്ള് ആട്ടിയെടുത്തതാണ്. അത് അത്യധികം ഗുണമായത് കൊണ്ടാണ് എള്ളെണ്ണ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നല്ലെണ്ണ എന്ന് പറയും, എള്ളെണ്ണ എന്ന് പറയും. ഇന്ന് ഒരുപാട് മായം കലർന്ന എണ്ണയാണ്. ഇതിനെക്കുറിച്ച് മുമ്പ് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി പറയുന്നില്ല. നല്ലെണ്ണ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നെയ്യ്, ശുദ്ധമായ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എള്ളെണ്ണ, എന്തുകൊണ്ട് ഈ എണ്ണ നല്ലതാവണം? ശരീരത്തിന് ഗുണമാവണം. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ നോക്കിയാൽ മനസ്സിലാവും, പ്രകൃതിക്ക് ഹാനി വരുന്ന ഒന്നും ശാസ്ത്രത്തിലുണ്ടാവില്ല. നമ്മൾ പലതും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ശാസ്ത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വിളക്കിലും അതുണ്ടാകാൻ പാടില്ല. ആയതിനാൽ നല്ലെണ്ണ ഉപയോഗിക്കണം. നല്ലെണ്ണ ഉപയോഗിക്കുമ്പോൾ, നല്ലെണ്ണ കത്തുമ്പോൾ അതിൽ നിന്ന് വരുന്നതെല്ലാം തന്നെ എള്ളിൻ്റെ ഗുണം തന്നെയാണ് ആ അന്തരീക്ഷത്തിൽ പടരുക. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എള്ളിൻ്റെ ഗുണം ആവശ്യമാണ്. എള്ള് ശരീരത്തിൽ ആവശ്യമാണ്. ഹോർമോണൽ ഇംബാലൻസ് എല്ലാം തന്നെ മാറ്റപ്പെടും. എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, എള്ളിൻ്റെ ഗുണം ഗൂഗിൾ ചെയ്യുക. സ്ത്രീകൾക്കത് കൂടുതലും ആവശ്യമായതുകൊണ്ട് സ്ത്രീകളെയും വിളക്കിനെയും ചേർത്ത് വെച്ചു. സന്ധ്യാനാമം, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി അരമണിക്കൂർ സന്ധ്യാനാമം ജപിക്കുവാൻ പറഞ്ഞു. അവർ വിളക്കിൻ്റെ അടുത്തിരുന്ന് സന്ധ്യാനാമം ജപിക്കുമ്പോൾ അവരറിയാതെ അന്തരീക്ഷത്തിലൂടെ ഈ എള്ളിൻ്റെ ഗുണമെല്ലാം തന്നെ ശരീരത്തിലേക്ക് കയറുകയാണ്. ഇനി മൂക്കിലൂടെ എള്ള് കയറാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏവർക്കും വീണ്ടും നല്ല രീതിക്ക് ചിന്തിക്കുക. കാരണം കാർബൺ മോണോക്സൈഡൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ അസുഖമാണ്. അതുപോലെ ഇത് നല്ല ഒരു ഫ്യൂംസാണ്. ഇതിലൂടെ കിട്ടുന്നത് നല്ല ഗുണം തന്നെയാണ്. ആ ഒരു കൂടുതലായിട്ട് പോകുന്നില്ല. വിളക്കാണ് ടോപ്പിക്. എത്ര തിരിയിട്ട് വിളക്ക് തെളിയിക്കണം? കുറഞ്ഞ പക്ഷം കിഴക്കും പടിഞ്ഞാറും. 2 തിരി ചേർന്ന് ഒരു ജ്വാല. 2 തിരി ചേർത്ത് വെച്ചിട്ട് ഒരു ജ്വാല. അങ്ങനെ കിഴക്ക് ഭാഗത്തൊരു ജ്വാല, പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ജ്വാല. ഇനി സാധിക്കുന്ന പക്ഷം എണ്ണ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്കുണ്ട്, വിളക്ക് കത്തിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ 5 തിരിയിട്ട വിളക്ക് കത്തിക്കുക. ഇവിടെ തിരി എന്ന് ഉദ്ദേശിച്ചത് 5 ജ്വാലയാണ്. 5 ജ്വാല എന്ന് പറയുമ്പോൾ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക്. 5ാമത്തത് എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ്. 4 ദിക്കും പിന്നെ 5ാമത്തത് വടക്ക് കിഴക്കും. എന്നിങ്ങനെ നമുക്ക് തിരി തെളിയിക്കുക. വിളക്ക് നിലവിളക്കാണ്. ഇതിപ്പോൾ ഏവർക്കും അറിയാം. ഇനി ഒറ്റത്തിരിയുള്ള വിളക്കുണ്ട്, അത് കത്തിക്കാമോ? തീർച്ചയായിട്ടും കത്തിക്കാം. ഈ വിളക്ക് ഒറ്റത്തിരിയുള്ളത് ഈ ചെറിയ മൺവിളക്ക് പോലെയുള്ള വിളക്കുകളുണ്ട്, അത് കത്തിക്കാമോ? തീർച്ചയായിട്ടും കത്തിക്കാം. പർപ്പസ് എല്ലാം ഒന്ന് തന്നെയാണ്. അത് കിഴക്ക് നോക്കിയിരിക്കണം, അല്ലെങ്കിൽ വടക്ക് നോക്കിയിരിക്കണം. അങ്ങനെ ഒറ്റത്തിരി മാത്രമുള്ള വിളക്കാണെങ്കിൽ ആ ഒരു നിബന്ധനയുണ്ട്. കാരണം പൂർവ്വദിക്കാണ്. പൂർവ്വദിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കിഴക്ക് അഭിമുഖമായി, നാം സൂര്യാഭിമുഖമായിട്ടാണ് ശുഭകർമ്മങ്ങൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ കർമ്മങ്ങളും സൂര്യനെ സാക്ഷിയാക്കി നാം ചെയ്യാറുണ്ട്. വടക്ക് നോക്കി, ഉത്തരദിക്ക് നോക്കി അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് നോക്കി തിരി തെളിയിക്കുക. ഇനി 2 ജ്വാലയാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറും, സൂര്യൻ്റെ ദിക്ക് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറുമായിട്ട് തെളിയിക്കുക. ഇതുപോലെ കുറേ സംശയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കാരണം അവരവരുടെ പ്രദേശം,
ദേശത്തിനനുസരിച്ച് ആചാരം സമ്പ്രദായങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. കാസർഗോഡ് പോലെ തിരുവനന്തപുരം ദയവ് ചെയ്ത് കണക്കാക്കരുത്. കാരണം യസ്മിൻ ദേശേ യ ആചാരഃ പാരമ്പര്യക്രമാഗതഃ, പരമ്പരകളാൽ അനുഷ്ഠിച്ചു പോരുന്ന ക്രിയകൾ അതുപോലെ തന്നെ അതാത് ദേശത്ത് എങ്ങനെയാണോ ആചരിച്ച് വരുന്നത് അത് തുടർന്ന് കൊണ്ടുപോകുക. അത് തന്നെയാണ് സദാചാരം. നമസ്കാരം.